2024 യുനെസ്കോ ലോക പൈതൃക ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. 30ാമത് കരസേനാ മേധാവിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് റിയാസി ചിനാബ് നദിക്ക് മുകളിലാണ്. 18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24-നാണ്. 18ാമത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് JP നദ്ദ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യവേദിയാണ് ശ്രീനഗറിലാണ്. 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ മുഖ്യവേദി എന്ന് പറയുന്നത് ശ്രീനഗറാണ്. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 82. 1ാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയതാണ് നിർമ്മല സീതാരാമൻ. റോസാരിറ്റ എന്ന നോവൽ രചിച്ചതാണ് അനിത ദേശായി. 2024 പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹമാധ്യമമായ എക്സിൽ 10 കോടിയിലധികം ഫോളോവേഴ്സുള്ള ദേശീയ നേതാവാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനത്തെ ആഘോഷത്തിൻ്റെ പ്രമേയമാണ് വികാസ ഭാരതം. പിന്നെ കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കരയിനമാണ്? അത് ഉരുളക്കിഴങ്ങിൻ്റെതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1933 ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്ന എവിടെയാണ്? അത് ബീഹാറിലാണ്. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരാഭ്യാസം എന്താണ്? അത് ആദിത്യ L1 ആണ്. ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ സൗരാഭ്യാസമാണ് ആദിത്യ L1. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് TV സോമനാഥൻ. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യം മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹി ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിലാണ്. 16ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്ര മേളയിലെ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വസുദൈവ കുടുംബകം. സംവിധാനം ആനന്ദ് പട്വർദ്ധൻ. 2024 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തത് ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. പതാകയുടെ നിറം എന്നുള്ളത് നീല നിറമാണ്. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളാണ് മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 11 ആണ്.